മിസ്റ്റർ കാർലോസ്, നാളെ കൃത്യം 10 മണിക്ക് അവരൊക്കെ തട്ടിയേരെ. വൺ മിസ്റ്റർ പരേര, അവരാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് നാളത്തെ സൂര്യോദയം അവൻ കാണാൻ പാടില്ല. അയ്യോ, എന്താ നിന്റെ പാവം? ദേ നാട്ടുകാർ മുത്തൂക്കിനെ കള്ളാന്ന് വിളിച്ചില്ലേ, അങ്ങനെ അവരെടുത്തിട്ട് പമ്പരം കറക്കും. അയ്യടാ, ഞാനൊരു തമാശ ഒപ്പിച്ചിരിക്കണ ചിരി കണ്ട തെണ്ടി. എന്റെ പൊന്നമ്മച്ചേ, കുഞ്ഞുകുളത്തിന് വേപ്പില്ലെന്നാ ഒന്ന് പോരാ, വെള്ളം കുടിക്കുന്ന ആഗ്രഹം വായ കൊടുക്കാൻ പറ്റിട്ട് വേണ്ടേ? മോനെ ഒച്ചൂല എന്തൊക്കെ വർത്താനം പറഞ്ഞ് മോനെ വാലകൃഷ്ണ കള്ളനായിൻ്റെ മോനെ അതാണ് ഒച്ചൂല. ഇപ്പൊ രണ്ടും ഐറ്റം കാണിച്ചിട്ട് ഇപ്പോഴും തേച്ച് മിനിക്ക് വെച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പം അത് ആ സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട ജനാർദ്ദൻ ചേട്ടനാണ് ചായക്കടയുടെ മുതലാളി. അപ്പോൾ എനിക്ക് ഇവരൊക്കെ കാണുമ്പോൾ ഞാൻ അഭിനയിക്കുകയല്ല ശരി, ഞാൻ ഇവരൊക്കെ കാണുമ്പോൾ എൻ്റെ കൂടെ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഞാൻ ഈ ഡയലോഗ് പഠിക്കലും ക്യാരക്ടറല്ല എൻ്റെ മനസ്സിൽ എനിക്ക് സ്വപ്നം കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ കാലത്ത് ജനാർദ്ദൻ ചേട്ടൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ജഗദീഷ് ഏട്ടൻ എന്നോടൊരു ബെറ്റ് വെച്ചു. ബിജു, ജനാർദ്ദൻ ചേട്ടൻ്റെ അസിസ്റ്റൻ്റെ പേരും രാജു എന്നാണ്. മാറി നിന്നുകൊണ്ട് ജനാർദ്ദൻ ചേട്ടൻ്റെ വോയിസിൽ എടാ രാജു പെട്ടെന്ന് വാടാ എന്ന് പറഞ്ഞിട്ട് ആ രാജു ഇവിടെ രാജുവിനോട് വരുത്താന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം ഇത് ഒറിജിനൽ ജനാർദ്ദൻ ചേട്ടൻ്റെ വോയിസ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഇതിൽ വെച്ചിട്ട് എടാ രാജു പെട്ടെന്ന് വേണ എന്ന് പറഞ്ഞ ഒറ്റ വിളി വിളിച്ചു. ഈ രാജോടെ വന്നു. ഭയങ്കര കൈഡിയായിരുന്നു. അത് വലിയൊരു പ്രോത്സാഹനമായിരുന്നു. പിന്നീട് ഞാൻ ജനാർദ്ദൻ ചേട്ടൻ്റെ 2 വോയിസ് വേരിയേഷൻ സ്റ്റേജിൽ ചെയ്യാൻ തുടങ്ങി. കാരണം പുള്ളി സിനിമയിൽ എൻട്രി ചെയ്യുമ്പോൾ വില്ലൻ ക്യാരക്ടറുകളായിരുന്നു. അപ്പോൾ ഭയങ്കര ഗാംഭീര്യമുള്ള ശബ്ദം. മിസ്റ്റർ കാർലോസ്, നാളെ കൃത്യം 10 മണിക്ക് അവരൊക്കെ തട്ടിയേരെ. വൺ മിസ്റ്റർ പരേര, അവരാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് നാളത്തെ സൂര്യോദയം അവൻ കാണാൻ പാടില്ല. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അങ്ങനെ. അപ്പോൾ പിന്നീട് കോമഡി ചെപ്പ് ഓ അവന്മാരെ കണ്ടു പടക്കടാ തൊണ്ടി, ഓ ഇതെന്ത് കഥാപ്രസംഗം പറയാതെ അടിച്ചുടക്കടാ അവൻ്റെ കൈയും കാലും. അയ്യോ എൻ്റെ കാലല്ല അവൻ്റെ കാല്. എടാ നീ തങ്കപ്പനല്ല തങ്കപ്പൻ, നീയാണ് പൊല്ലപ്പൻ. അവന്മാരങ്ങനെ പറഞ്ഞു. വണ്ടി നേരെ മദ്രാസിൽ പോട്ടെ. ഓ അങ്ങനെ അടുത്താണ് പോട്ടെ പ്ലീസ്. ഒത്തിരി പഴയതാണെങ്കിൽ കുറച്ചൊന്നും കേൾക്കാൻ വലിയ രസമുണ്ട്. അതെ, അങ്ങനെയാണല്ലോ. പിന്നെ അദ്ദേഹത്തിന് തോന്നിയ ചില വില്ലൻ ക്യാരക്ടറുകൾ മാത്രമല്ല, കോമഡി ചെയ്താലാണ് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളൊരു ഇതിൽ ക്യാരക്ടർ അങ്ങനെ ചേഞ്ച് വന്ന് അങ്ങനെ മാറി അങ്ങനെ ചെയ്തിരുന്നു. വേറെ ആർട്ടിസ്റ്റുകളുടെ പിന്നെ ജയറാമേട്ടൻ്റെ വോയിസ്. ജയറാമേട്ടൻ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം, അതിരപ്പള്ളിയിൽ റിച്ച് മൗണ്ടിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ജയറാമേട്ടനും എല്ലാ സെലിബ്രിറ്റികളായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ജയറാമേട്ടൻ്റെ വോയിസ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ജയറാമേട്ടൻ കയറി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് രൂപ തന്നു. അന്ന് പത്മശ്രീ KG യേശുദാസിൻ്റെ വോയിസൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മൈക്ക് എടുത്തിട്ട് എന്നെക്കുറിച്ച് മാത്രം കുറേ സംസാരിച്ചു. ഞാനും ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ഒരുപാട് കാലം പല നടന്മാരുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ വോയിസ് വേറൊരു കലാകാരൻ ചെയ്യുമ്പോൾ അത് ഞാൻ അംഗീകരിക്കേണ്ടതാണ്. അതുമാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹം നല്ലൊരു കലാകാരനാണെന്നും പറഞ്ഞ് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ അഭിനയിക്കുക അല്ലെങ്കിൽ അവരുടെ അംഗീകാരം വാങ്ങിക്കുക, അതൊക്കെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതൊക്കെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജയറാമേട്ടൻ പിന്നെ ജയറാമേട്ടൻ 2 കാലഘട്ടം ചെയ്യാം. അധികം ആർട്ടിസ്റ്റുകൾ ചെയ്യാത്തൊരു സംഭവമാണ്. മഴവിൽ കാവടി, സന്ദേശം സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഉണ്ട്, ബേസ് വോയിസ് അല്ലാത്ത. അമ്മോ നീ വലിയ വർത്തമാനം പറയണ്ട, വാളു എൻ്റെ പെണ്ണ എൻ്റെ മാത്രം അമ്മവ അങ്ങനത്തെ ഒരു വോയിസ് ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ക്യാരക്ടറുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ കുറച്ച് വേരിയേഷൻസ് ഞാൻ കാണിക്കാം, വോയിസ് മോഡുലേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം നോക്കാം. അയ്യോ, എന്താ നിന്റെ പാവം? ദേ നാട്ടുകാർ മുത്തൂക്കിനെ കള്ളാന്ന് വിളിച്ചില്ലേ, അങ്ങനെ അവരെടുത്തിട്ട് പമ്പരം കറക്കും. അയ്യടാ, ഞാനൊരു തമാശ ഒപ്പിച്ചിരിക്കണ ചിരി കണ്ട തെണ്ടി. ബാലകൃഷ്ണ, എനിക്ക് ഭയങ്കര വിശപ്പ്. നമുക്ക് അപ്പപ്പഞ്ചാണ്ട് കടപ്പെട്ട പുട്ടും പപ്പടും കൂടി ഒരു പിടുത്തങ്ങൾ പിടിച്ചാലോ? എടി പണ്ടാരക്കാലി, നീ ഇങ്ങനെ കല്യാണമേ നടക്കാതെ ഇങ്ങനെ മൂത്ത് നരച്ച് നടക്കണത് എനിക്ക് കാണണം. മാളുവിനറിയോ, സത്യം പറഞ്ഞാൽ നീ എൻ്റെ പെണ്ണാ, എൻ്റെ മാത്രം. ശരിക്കും പറഞ്ഞാൽ വേറൊന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു ഒരുപാട് മോഡുലേഷൻ കോമഡിയും കാര്യം അത് തമാശ ഒക്കെ കൂടി ആ സെൻറ്റിയൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാളു നീ എൻ്റെ പെണ്ണാ, എൻ്റെ മാത്രം.
നാളെ ജയറാമിലേക്കുള്ള ഒരുപാട് അല്ലേ. ആ പിന്നെ അമ്മാവില് വർത്തമാനം പറയണ്ട, അത് വേറൊരു സാധനം. ഇത് പിന്നെ നാരായണൻകുട്ടിയുടെ കിട്ടും, കലാഭവൻ നാരായണൻകുട്ടിയാണ്. എന്റെ പൊന്നെ പക്ഷേ കുഞ്ഞു കുളിച്ചിട്ട് വേപ്പില്ലെന്ന ഒന്ന് പോരാ വെള്ളം കുടിക്കുന്ന ആഗ്രഹം വായ കൊടുക്കാൻ പറ്റിട്ട് വേണ്ടേ. കറക്റ്റ് കേട്ടോ, ഒന്നും പറയില്ല. ഇത്രയും വർഷമായിട്ട് ഫീൽഡിൽ നിന്ന് ഇച്ചിരി മാറി നിങ്ങൾ ഇതൊന്നും തേച്ച് മെനക്കുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട മാമുക്കോയുടെ ദേ മാവേലി തമ്പുരാന് സവാരി ഗിരി എന്ന് പറയുന്ന ഒരു കാസറ്റിൻ്റെ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് മാവേലി തമ്പുരാനായിട്ട് മാമുക്കോയ ഇക്കാനെ അതിൻ്റെ പ്രൊഡ്യൂസർ കാസ്റ്റ് ചെയ്തു. മാമുക്ക വന്നിട്ട് ആ ഒരു കാസറ്റ് പറഞ്ഞു നോക്കിയിട്ട് അവർക്ക് ആ ഒരു സിനിമ സ്റ്റൈലാണ് പറ്റണത്. മിമിക്രി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കയറ്റി പറയണം, അപ്പോൾ അത് പറ്റണില്ല. അപ്പോൾ മാമുക്കോയ് തന്നെ പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചെയ്താൽ നിങ്ങളുടെ കാസറ്റ് സെയിലാവില്ല, അത് വിചാരിച്ച ഒരു റെസ്പോൺസ് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല, ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കോഴിക്കോട് റെക്കോർഡിങ്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ തന്നെ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരെ വിളിച്ചു മാമുക്കോയുടെ മുമ്പിൽ വെച്ച് തന്നെ. അപ്പോൾ ഞാനുണ്ട്, ഇക്കയുടെ കൂടെ ഞാനും ഇരിക്കുന്നുണ്ട്, മാമുക്കോയുടെ സ്പെഷ്യലിസ്റ്റുകൾ വന്നിട്ട് ചെയ്യണം. അപ്പോൾ മാമുക്കോയ്ക്ക് അടുത്ത ആൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സ്വകാര്യമായിട്ട് എന്നോട് ഇക്ക ചോദിച്ചു, ബിജു താങ്കൾ ചെയ്യുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞിക്ക ഞാൻ സ്റ്റേജിൽ 2 ഡയലോഗ് വെറുതെ പറയാറുണ്ട്, ഒന്ന് പറയാൻ പറഞ്ഞു. ആ പറയാൻ ഇപ്പോൾ എന്നൊരു നോട്ടം നോക്കിയിട്ട് ഇത്ര നല്ലൊരു സംഭവം ഇരുന്നിട്ടാണ് ഞാൻ ഇത്ര ആൾക്കാരെ കേട്ടത്. താൻ ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് ആ ദേ മാവേലി തമ്പുരാൻ്റെ സവാരി ഗിരി എന്ന് പറയുന്ന കാസറ്റിൽ മുഴുവൻ നീളം മാമുക്കോയുടെ കിട്ടുന്നതല്ല മുഴുവൻ നീളം. മുഴുവൻ നീളം ഞാനാ പറഞ്ഞത്. ഇൻട്രൊഡക്ഷൻ മാത്രം മാമുക്കോയെ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രിയമുള്ളവരെ, ഈ കൊല്ലം ഓണത്തിന് മാവേലി തമ്പുരാനായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് മാമുക്കോയല്ല, നിങ്ങളുടെ ഒറിജിനൽ മാമുക്കോയ എന്ന് പറയേണ്ട കാസറ്റിൽ. പിന്നെ വന്നതൊക്കെ ഞാനാ. അതൊന്ന് പറഞ്ഞത് കേൾക്കട്ടെ. അതിപ്പോൾ മോനെ ഒച്ചൂല എന്തൊലിക്കാണ് വർത്താനം പറഞ്ഞ് മോനെ വാലദിസ്താ കള്ള നായിൻ്റെ മോനെ അല്ലാണ് ഒച്ചൂല മോനെ അലിസ എൻ്റെ കാര്യം ഞമ്മളേറ്റ് എൻ്റെ ഉമ്മാൻ്റെ കാര്യം അത് ഞമ്മളെ വാപ്പേറ്റ് പറഞ്ഞിക്കാൻ സമയമില്ല. അപ്പം ഞമ്മൾ പോയിട്ട് പിന്നെ വരാ വാലദിസ്താ കള്ള നായിൻ്റെ മോനെ ഒച്ചൂല. അല്ല മിമിക്രിക്കാർ പ്രത്യേകിച്ച് 1-2 മിനിറ്റ് പിടിച്ച് ഈ ത്രൂ ഔട്ട് സംഭവം ചെയ്യുമ്പോഴത്തേക്ക് മാറ്റങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ എഴുതി വെച്ചെല്ലാം പറയണേ, അതാണ് ഞമ്മളാണ് പ്രിയമുള്ള കോയ മാവേലി തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ തുടങ്ങണത്. ഈ ഒരു സാധനം ഫുള്ള് ത്രൂ ഔട്ട് അതിൽ ചെയ്തു. നല്ല വിജയമായിട്ടുള്ളൊരു കാസറ്റായിരുന്നു അത്. അപ്പം അങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങളുണ്ട്. നമുക്കൊരു കലാമണി ചേട്ടന് വേണ്ടി എഴുതിയൊരു പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. അമ്പലമുറ്റത്ത് വെച്ച് അന്നാദ്യം കണ്ടൊരു നാളിൽ നിന്നോടുള്ളൊരു ഇഷ്ടം ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്നു. ആരാരും കാണാതെ മഞ്ചാടിച്ചോട്ടിൽ ഞാൻ കാതിലൊരു കിന്നാരം ചൊല്ലിടാൻ വന്നപ്പോൾ മറുവാക്കു കേൾക്കാതെ പല നാൾ കൊതിച്ചിട്ടും എന്നോടൊന്ന് ഇഷ്ടം കൂടാൻ എന്തേ വന്നില്ല. അമ്പലമുറ്റത്ത് വെച്ച് അന്നാദ്യം കണ്ടൊരു നാളിൽ നിന്നോടുള്ളൊരു ഇഷ്ടം ഞാനുള്ളിൽ കൊണ്ടു നടന്നു.